എങ്ങനെയുണ്ട് ദേവികെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ? ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയൊക്കെ തന്നെയാ സിദ്ധു. പിന്നെ നിത്യമോളുള്ളത് ആകെ ഒരു ആശ്വാസം. ശരത്തുന്ന ചതിനു വേണ്ടി കാലം കാത്തുവെച്ച ആയുധമാണ് നിത്യമോള്. ധൈര്യമായിട്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ പറയും. സുധിയേട്ടന്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞേക്ക്. അതവൾക്ക് അറിയാം സിദ്ധു. പാവം, അച്ഛൻ ജയിലിൽ പോയതിന്റെ സങ്കടത്തിലാ. ആ സങ്കടം നിത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കൂടുതൽ ഇന്ധനാവുകയുള്ളൂ. നിത്യമോള് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴുതടച്ച ആക്രമണമായിരിക്കണം. ചെയ്ത പാതകങ്ങളെല്ലാം ആ കുറുക്കനെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിക്കണം. പറയിപ്പിക്കും. അവൻ ചെയ്ത കള്ളത്തരങ്ങൾ ഓരോന്നായി അവനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കണം. അവസാനം കാണാതെ പോയ മുത്തശ്ശിയുടെ 15 സെന്റ് സ്ഥലത്തിന്റെ ആധാരത്തിന്റെ സത്യാവസ്ഥ വരെ. ദേവികയൊന്നും കഴിച്ചു കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും കഴിക്കുക പ്ലീസ്. അവിടെ കണ്ണു നിറഞ്ഞ അച്ഛൻ നിന്നത്. എന്റെ ദേവികയെ കൊച്ചു കുട്ടികളെ പോലെ ആവല്ലേ. അച്ഛന് ജയിലിൽ ഭക്ഷണം കഴിച്ചേ മതിയാവൂ. വേണ്ടെന്ന് പറഞ്ഞൊഴിയാൻ പറ്റത്തില്ല. ജയിലിലെ മെയിൽ ടൈമിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അല്ലാതെ സെല്ലിലിരിക്കാൻ അവർ സമ്മതിക്കൊന്നുമില്ല. വല്ല രാഷ്ട്രീയക്കാരും ആയിരുന്നെങ്കിൽ നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയന്. ആ അച്ഛൻ അതൊന്നും അറിയത്തില്ല. നല്ല മനസ്സുള്ളവർക്ക് അത്ര നാട്യമൊന്നും വശം ഉണ്ടാവില്ല ദേവികെ. അച്ഛൻ സത്യത്തെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോയാലും സത്യമേ ജയിക്കൂ. ഞാനും ആ പ്രാർത്ഥനയില്ല. ദേവികയുടെ കാര്യം ഓർക്കുമ്പോ ഇവിടെ അച്ഛനും എനിക്കും അളിയനും ഒക്കെ വലിയ ആശങ്കയുണ്ട്. ദേവിക അവിടെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട്. എന്നെ ഓർത്ത് എനിക്ക് ഭയമില്ല സിദ്ധു. എന്റെ അച്ഛനെ ഓർത്ത് എനിക്ക്. ജയിലിൽ വെച്ച് അച്ഛൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂന്ന്. ഒന്നും സംഭവിക്കില്ല ദേവികെ. ദേവിക ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. എന്താടാ മോട്ടിവേഷൻ ക്ലാസ്? അതെ, ദേവിക സ്റ്റുഡന്റ്. എന്താ? എത്ര ഉറക്കൊളിച്ച് പഠിച്ചാലും റിസൾട്ട് വരുമ്പോ തോറ്റു പോകുന്ന ചില കുട്ടികളുണ്ട്. നമുക്ക് കാണാം. താമസിയാതെ റിസൾട്ടും വരും.